Hi friends, welcome to Hans Academy. Set a paper to commerce paper പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന യൂണിറ്റിലെ മൊഡ്യൂൾ 1 അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ്. പഠിക്കുക, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണിത്. നമുക്ക് ആദ്യം ഫാദർ ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ +1 അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നമ്മൾ ഭയങ്കര അതിശയത്തോടെ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചൊരു പേരാണ് ലൂക്ക പാസിയോളി. ഹി വാസ് എൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ. മറക്കരുത്, ലൂക്ക പാസിയോളി, ഫാദർ ഓഫ് അക്കൗണ്ടിങ്, ഫാദർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം, ഇതൊക്കെ ആരാണ്? ലൂക്ക പാസിയോളി. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ അക്കൗണ്ടിങ് പഠിച്ച ഒരാളാണോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA. അതും മറക്കരുത്, ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അവരുടെ ഡെഫിനിഷനാണ്. നമ്മൾ കൃത്യമായിട്ട് ഒരുപാട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കുന്ന സാധനമാണ്. ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. ഇറ്റ്സ് നോ നീഡ് ഫോർ എക്സ്പ്ലനേഷൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അല്ലേ? പക്ഷേ ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് കണ്ടേ തീരൂ, കാരണം ഈ ഒരു ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ പഠിച്ച ഡെഫിനിഷൻ തന്നെയാണ്, അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ കാണുവാണ്. ഫസ്റ്റിൽ ഐഡൻറ്റിഫൈങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അതിനെ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സമ്മറൈസ് ചെയ്യുന്നു. ഫോർ ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സമ്മറൈസ് ചെയ്യുന്നു. ദെൻ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇത് വെച്ചിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. യൂസേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. ബിസിനസ്സുമായിട്ടുള്ള ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓണേഴ്സ്, ദെൻ എംപ്ലോയീസ്, ഇവരൊക്കെ ഇന്റേണൽ യൂസേഴ്സ് ആണെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ദെൻ കസ്റ്റമേഴ്സ്, മീഡിയ, ഗവൺമെന്റ്, ഇതൊക്കെ. അപ്പം ഈ രീതിയിൽ ആ സ്റ്റെപ്സിനെയും കൂടെ ഓർത്ത് വെക്കുക, കാരണം ഇതും പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻ, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഓർ അക്കൗണ്ടിങ് ഡിസിപ്ലിൻസ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആ ചോദിച്ച ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും കാണുന്നത്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഓർ അക്കൗണ്ടിങ് ഡിസിപ്ലിൻസ്. 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 മാനേജ്മെന്റ് അക്കൗണ്ടിങ്, 3 കോസ്റ്റ് അക്കൗണ്ടിങ്. ഇത് 3 തന്നിട്ട് വേറെ ഒരെണ്ണം കൂടെ തന്നിട്ട് ഇതിൽ ഈ ഓപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്ന 3 എണ്ണം ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷൻ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ദെൻ അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴേ ഓർത്താണ് എന്തിനു വേണ്ടിയാണ്? മാനേജേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇതൊരു ഇൻഫർമേഷൻ ആണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അല്ലെ? അവിടെ നമ്മൾ റേഷ്യോ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ശരിക്കും ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധം അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് എന്നുള്ളതാണ്, അല്ലെ? പ്രൊഡക്റ്റിന്റെയും സർവീസസിന്റെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദെൻ അപ്പോൾ 3 ബ്രാഞ്ചസ് ഓർത്ത് വെക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഒരു ഫുൾ ഫോം കൂടെ ഓർത്ത് വെച്ചോണം. ഗ്യാപ്പ് എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതിൻ്റെ ഡെഫിനിഷൻ പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? എന്താണ്? ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ദ റൂൾസ് ദാറ്റ് ഗവേണിംഗ് അക്കൗണ്ടിങ് ആർ കോൾഡ് എ ഗ്യാപ്പ്. എങ്ങനെ നമുക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമേരിക്കയാണ് ഇതിൻ്റെ ഒരു ഇത് ഫോം ചെയ്തത് എന്ന് നമുക്ക് പറയാം. ദെൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുവാണെങ്കിൽ, കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ. എന്താണ്? ലോകത്ത് എമ്പാടും ഒരു യൂണിഫോമിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിൽ ഒരു യൂണിഫോമിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ്, പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഗ്യാപ്പിൻ്റെ ഉദ്ദേശം. കോമ്പിനേഷൻ ഓഫ് അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സിംപ്ലിഫൈ ദ കോമൺലി അക്സെപ്റ്റഡ് വേ. എന്നാണ് ഓരോ കൃത്യമായിട്ട്, അതായത് നമ്മൾ ഇവിടെ കൃത്യമായിട്ടുള്ള അതോറിറ്റീസ് ഇതിനുണ്ട്, അല്ലെങ്കിൽ പോളിസി ബോർഡുകളുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോമുലേറ്റ് ചെയ്യുന്നു. അത് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റിയെടുക്കുന്നു. ഇതാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്.
ദെൻ ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്തത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക FASB GASB അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആൻഡ് ഗവൺമെൻറ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ജോയിൻ്റ്ലി ആണ് എന്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും ഗവൺമെൻറ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും കൂടെ ചേർന്നിട്ടാണ് ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്തത് ഗ്യാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ഇത് ഇതുപോലുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആക്ട് 1933 ദെൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ആക്ട് 1934 ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്യാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്തത് അപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരൊക്കെ ചേർന്നാണ് ഡെവലപ്പ് ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും ഗവൺമെൻറ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും ചേർന്നാണ് ഡെവലപ്പ് ചെയ്തത് ഗ്യാപ്പിൻ്റെ ഒരു ലീഗൽ ബേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആക്ട് 1933യും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ആക്ട് 1934 ആണ് ഇതിൻ്റെ ഒരു ലീഗൽ ബേസ് എന്ന് പറയുന്നത് ദെൻ ഇനി നമുക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നാഷണൽ ഗ്യാപ്പ് ഉണ്ട് ഇന്റർനാഷണൽ ഗ്യാപ്പ് ഉണ്ട് നാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ അതായത് ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നാഷണൽ ലെവലിൽ ട്രഡീഷണൽ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നാഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ഗ്യാപ്പിന് എക്സാമ്പിൾ ആണ് അതായത് ഗ്യാപ്പ് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് എന്നാൽ ഇത് ഓരോ രാജ്യത്തേക്കും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഓരോ രാജ്യവും അവരുടേതായ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഈ ഗ്യാപ്പിനെ ബേസ് ചെയ്ത് നമ്മളുടേതായ ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ദെൻ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് അത് ലോകം മുഴുവൻ അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റൂൾസ് ആണ് അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതല്ല ആ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത് ഏതാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട് ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു നമ്മൾ ഗ്യാപ്പ് പഠിക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിക്കാതെ പോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതും കൂടെ കാണുവാണ് സ്പെസിഫൈ ഹൗ ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ ഇവൻറ്റ്സ് ആർ ടു ബി റെക്കഗ്നൈസ്ഡ് മെഷേർഡ് പ്രസൻറ്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് പ്രസൻറ്റ് ചെയ്യുന്നത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഒരു ഇവൻറ്റ് അതിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം ഇപ്പോൾ മോണിറ്ററി നോൺ മോണിറ്ററി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം അതിനെ എങ്ങനെ മെഷർ ചെയ്യാം അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം അതെങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യാം ഇത് എങ്ങനെയാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ലോകം മുഴുവൻ നോക്കിയാൽ ഗ്യാപ്പിൻ്റെ ബേസിൽ എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ഉണ്ട് അല്ലേ എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ഉണ്ട് അത് ഇഷ്യൂ ചെയ്തത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് 1973 ഫോം ചെയ്ത ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IASC ആണ് അക്കൗണ്ടിങ് റൂൾസ് ഇഷ്യൂ ചെയ്തത് അത് പിന്നീട് 2001 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് റീപ്ലേസ് ചെയ്തു ഇത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഇപ്പോൾ IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് മറക്കരുതാത്തൊരു ടേമാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി അതായത് നമ്മൾ ആദ്യം കണ്ട IASC 1973 എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് IASB ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് 2001 ഇഷ്യൂ ചെയ്തു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തു അതാണ് IFRS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IASC ഇഷ്യൂ ചെയ്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അത് അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് അതായത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IASC 1973 അത് എസ്റ്റാബ്ലിഷ് ചെയ്തു അതിന് റീപ്ലേസ് കൊണ്ട് IASB വന്നു അപ്പോൾ ഇവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏതാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അത് കൃത്യമായിട്ട് ആ ഒരു ടേം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അതാണ് IFRS എന്ന് പറയുന്നത് അപ്പോൾ IFRS ആണ് ഇപ്പം ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ IFRS നോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യ IFRS കൂടാതെ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ആ ഒരു ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് അതിനോട് ഈക്വൽ ആയിട്ടുള്ള IFRSൻ്റെ സ്റ്റാൻഡേർഡ്സിന് ഈക്വൽ ആയിട്ടുള്ള നമ്മളുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്കുണ്ട് ദാറ്റ്സ് കോൾഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IND-AS നമ്മൾ പറയുന്നത് കിട്ടിയോ നെക്സ്റ്റ് ഗ്യാപ്പിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഇത് രണ്ടുമാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷനും
അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക് അസംഷൻ ഓർ കണ്ടീഷൻ. അതായത് അക്കൗണ്ടിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് അസംഷൻസും കണ്ടീഷൻസുമാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് കൺവെൻഷൻ ആണെങ്കിൽ ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ എന്താണ് പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റംസും ട്രഡീഷൻസും ആണ് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. പുറത്ത് വെക്കുക. കോൺസെപ്റ്റ് ആണെങ്കിൽ അത് അസംഷനും കണ്ടീഷൻസും ആണെങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത് കസ്റ്റംസും ട്രഡീഷൻസും ആണ്. ഇനി അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും കൺവെൻഷനും പല പേരിൽ പല രീതിയിൽ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സിനകത്താണ്. ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട്, അക്കൗണ്ടിങ് പീരിയഡ്, മാച്ചിങ്. ഇത് കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ വീണ്ടും കാണാനുണ്ട്. ദെൻ കൺവെൻഷൻ ആണെങ്കിൽ കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നമ്മൾ ഫസ്റ്റ് വൺ കാണുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടാണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരൊറ്റ ഇമേജ് മതി. ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ്. ബിസിനസ് പറയുമ്പം ഇത് എൻ്റേതാണ് അല്ലെങ്കിൽ ഇന്നയാളുടേതാണെന്നൊക്കെ പറയുമെങ്കിലും ബിസിനസ്സും ഓണറുമാണ്. ഇത് സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ ഇവരെന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ ഇവരെന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ദ ബിസിനസ് ഓണർ ആൻഡ് ഓണർ are two separate entity. ഇത് രണ്ടും രണ്ട് എൻറ്റിറ്റീസ് ആണ്. ഇത് എമൗണ്ട് ഒരു ഓണർ ഈ ഒരു ബിസിനസ് ഫേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലയബിലിറ്റി. ബിസിനസ് സംബന്ധിച്ചോളം എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ചോളം അത് ഒരു ലയബിലിറ്റിയാണ്. നമ്മൾ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ, ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ ക്യാപിറ്റൽ എഴുതുന്നത് അല്ലേ. അപ്പം ഒരു ബിസിനസ് സംബന്ധിച്ചോളം ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇറ്റ്സ് എ ലയബിലിറ്റി. ദെൻ ഒരു പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഒരു ഓണർ അയാളുടെ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഈ ഓർഗനൈസേഷൻ ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഡ്രോവിങ്സ്. അതൊരിക്കലും അയാളുടെ ബിസിനസ്സിൻ്റെ പൈസ അയാളുടെ സ്വന്തം പൈസ എടുത്തായിട്ടല്ല പറയുന്നത്. എന്താണ്? അദ്ദേഹം അത് പിൻവലിച്ചു, അത് തിരിച്ചിടേണ്ട പൈസയാണ് അല്ലേ, ഡ്രോവിങ്സ് ആണ്. ഓക്കെ, ഓണർ ഓഫ് എ ബിസിനസ് ലോൺസ് 1 lakh to his company recorded by company as liability and is taxable income for owner. എന്താണ്? ഒരു ഓണർ ഒരു ബിസിനസ്സിന് 1,00,000 രൂപ ലോൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കമ്പനിയിലെ ലയബിലിറ്റി എന്ന് തന്നെയാണ്. അല്ലാതെ അത് ഓണറിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല. അത് തീർച്ചയായിട്ടും അത് ലയബിലിറ്റി ഫോമിൽ തന്നെയാണോ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ദെൻ അവിടെ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഇൻകത്തിന് അയാൾ ടാക്സബിൾ ആണ് താനും. അതായത് ആ പറഞ്ഞിരിക്കുന്ന അതിന്മേൽ ഡിറൈവ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന് അയാൾ എന്താണ്? ടാക്സ് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ബിസിനസ്സും ഓണറും എന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ഇവിടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് അവിടെ ബിസിനസ് സംബന്ധിച്ചോളം ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. ഓണർ എടുത്തുകൊണ്ട് പോയാൽ അത് ഡ്രോവിങ്സ് ആണ് എന്നും കൃത്യമായിട്ട് ഓർക്കാം. നെക്സ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റിനകത്ത് കൃത്യമായിട്ട് ആ ഒരു ഇമേജ് മാത്രം മതി. എന്താണ്? ഇവിടെ എന്താണ് ഇപ്പോൾ ഒരു ബിസിനസ് ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒരു 10 lakh rupees പർച്ചേസ് ചെയ്തു. അത് കൃത്യമായിട്ട് എവിടെ കാണും? റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സ്പ്രസ് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അത് കൃത്യമായിട്ട് ബുക്സിൽ കാണിച്ചിരിക്കും. എന്നാൽ ഒരു ബിസിനസ്സിൻ്റെ CEO അയാൾ തൻ്റെ എംപ്ലോയീസിനെ ലെക്ചർ ചെയ്യുകയാണ്. ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എംപ്ലോയീസിൻ്റെ മൊറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ എംപ്ലോയീസിൻ്റെ മൊറയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കറണ്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊന്നും ഒരു ബുക്കിലും എന്ത് ചെയ്യുന്നില്ല? റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അതായത് അവരുടെ ഒരു അക്കൗണ്ടിങ് ടേമിൽ ഇത് ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല? റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അതിന് പ്രത്യേകമായിട്ട് ഒരു എമൗണ്ടും മാറ്റി വെക്കപ്പെടുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് എന്താണ് റെക്കോർഡ് ചെയ്യപ്പെടാൻ പറ്റത്തില്ലാത്ത ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്ററി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓൺലി ദ ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡഡ്. ദിസ് ഇസ് ബീങ് യൂസ്ഡ് സോ ആസ് ടു പ്രൊവൈഡ് കോമൺ യാഡ്സ്റ്റിക് ഫോർ മെഷർമെന്റ്. എന്താണ്? ഇവിടെ മണി ടേംസിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവൈഡ് എ കോമൺ യാഡ്സ്റ്റിക്. അതായത് നമുക്കൊരു കൃത്യമായ മാനദണ്ഡം വേണം. മണി എന്ന് പറയുന്ന ഒരു ടേമിൽ നമുക്ക് എല്ലാത്തിനെയും അനലൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഫ്രോഡൊക്കെ എറേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് എംപ്ലോയീസിൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസോ ഇതൊന്നും ഒരിക്കലും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. റെക്കോർഡ് ചെയ്യപ്പെടുന്ന എന്ത് മാത്രമാണ്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് മാത്രമാണ്. അല്ലെങ്കിൽ മണി ടേംസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റെക്കോർഡ് ചെയ്യപ്പെടത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, IMP. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റ് ഉണ്ട് അല്ലേ? ഡ്യുവൽ ആസ്പെക്ട്സ് ഉണ്ട്. ഡ്യുവാലിറ്റി എന്താണ്? 2 അല്ലേ? ഓരോ ട്രാൻസാക്ഷൻ എടുത്താലും അതിനൊരു ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും.
ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിനൊരു ഡുവൽ എഫക്റ്റ് ഉണ്ട്. രണ്ട് അക്കൗണ്ടിനെ അത് അഫക്റ്റ് ചെയ്യും അല്ലേ. നമുക്ക് ഏത് അക്കൗണ്ട് എടുത്തു ഇപ്പം ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പർച്ചേസ് അക്കൗണ്ടിലും വരും, ദെൻ ക്യാഷ് അക്കൗണ്ടിനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് അക്കൗണ്ടിൽ ഏത് ട്രാൻസാക്ഷൻ എടുത്താലും ഡുവൽ ആസ്പെക്ട്സ് ഉണ്ട്. ഒരു ഡെബിറ്റും ഉണ്ട് ഒരു ക്രെഡിറ്റും ഉണ്ട്. രണ്ടും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യണം. കാരണം ഇറ്റ്സ് എ ഡബിൾ എൻട്രി അക്കൗണ്ടിങ്. എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓരോ ട്രാൻസാക്ഷനും രണ്ട് ഡുവൽ എഫക്റ്റ് ഉണ്ട്, രണ്ട് അക്കൗണ്ടിനെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പം അത് എന്തിൻ്റെ ബേസിലാണ്, ഈ ഒരു ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് എന്നാണ്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, ഓണേഴ്സിൻ്റെ ഇക്വിറ്റിയും വരും, ഔട്ട്സൈഡേഴ്സിൻ്റെ ഇക്വിറ്റിയും വരും. അതായത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റലും വരും, ഔട്ട്സൈഡേഴ്സിനുള്ള ലയബിലിറ്റിയും വരും. ഇത് കൂടുന്നതാണ് അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്. ഇത് ഫോർ എവരി ഡെബിറ്റ് ദെയർ ഈസ് എൻ ഈക്വലന്റ് ക്രെഡിറ്റ്. ഓരോ ഡെബിറ്റിനും ഈക്വലന്റ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ബേസ് ഓഫ് റെക്കോർഡിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻക്ലൂഡ് ടു ടൈപ്സ്. എന്താണ്, നമ്മൾ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫോമാറ്റ് ആണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ബന്ധപ്പെട്ടുള്ള ഒരു മാനദണ്ഡമാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റിൽ ഐഡന്റിഫൈ ഓൾ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. അക്കൗണ്ടിംഗ് പീരീഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മുഴുവൻ എക്സ്പെൻസിനെയും എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. മെഷർ ദ എക്സ്പെൻസസ് ആൻഡ് മാച്ച് ദ എക്സ്പെൻസസ് എഗൻസ്റ്റ് ദ റവന്യൂ ഏൺഡ്. എന്താണ്, എക്സ്പെൻസസ് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഏൺ ചെയ്ത റവന്യൂ ആയിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസിനെ നമ്മൾ മാച്ച് ചെയ്യണം. റവന്യൂ മൈനസ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഏൺ ചെയ്യുന്ന എല്ലാ റവന്യൂവിനും എന്തുണ്ട്, അത് എന്തുമായിട്ട് ക്ലബ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യണം, അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പെൻസുമായിട്ട് ലിങ്ക് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസിനെയും എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് മെഷർ ദ എക്സ്പെൻസ് ആൻഡ് ദ മാച്ച് ദ എക്സ്പെൻസ് അഗൈൻസ്റ്റ് ദ റവന്യൂ ഉണ്ട്. നമുക്ക് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം എക്സ്പെൻസ് ആയിട്ടുണ്ട്, അത് നമ്മൾ ഏൺ ചെയ്ത റവന്യൂ ആയിട്ട് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. അതായത് റവന്യൂ മൈനസ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്, നമുക്ക് കിട്ടുന്ന നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 10,000, നമുക്ക് കിട്ടിയിരിക്കുന്ന 5,000 ആണെങ്കിൽ അതെന്താണ്, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറയുന്നത് കോസ്റ്റിനെ കഴിഞ്ഞും കൂടി നിൽക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, നെറ്റ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്താണ്, നമ്മൾ ഇന്നൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ചെറിയൊരു കട തുടങ്ങി, അത് നമ്മൾ നാളെ പൂട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ്, ഗോയിങ് കൺസേൺ അസംഷൻ ആണ് ഇവിടെ. ഇത് അനേക കാലത്തേക്ക് മുന്നോട്ട് പോകും, അത് വലിയ ഒരു വടവൃക്ഷമായിട്ട് ഉയർന്നു വരും എന്നൊക്കെയാണ് നമ്മളുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു രീതിയിലാണ് ഏതൊരു ബിസിനസ്മാനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഗോയിങ് കൺസേൺ അസംഷൻ. അസ്യൂം ദാറ്റ് ദ എന്റർപ്രൈസസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ദ ഫോർസീബിൾ ഫ്യൂച്ചർ. എന്താണ്, നമുക്ക് കാണാൻ പറ്റാത്തില്ലാത്ത അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇതിങ്ങനെ വളർന്ന് ഇത് എന്താണ്, ചെറിയൊരു ചിലപ്പോൾ ഒരു പെട്ടിക്കട ആയിരിക്കും തുടർന്ന് അത് വലിയൊരു സൂപ്പർ മാർക്കറ്റായി മാറുന്നിടം വരെ, അല്ലെങ്കിൽ മാറുന്നിടം വരെ എന്നല്ല, അതങ്ങനെ വളരും എന്നുള്ള ഒരു അൺഫോസിബിൾ ഫ്യൂച്ചറാണ് ശരിക്കും ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ബിസിനസ് വുഡ് കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻഡെഫിനിറ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ. ചിലപ്പം അതായത് പിന്നെ ഓണർ മരിച്ചു പോയേക്കാം, എങ്കിലും ബിസിനസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അയാളുടെ മക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്ത് ചെയ്യും, ഇത് മുന്നോട്ട് റൺ ചെയ്യാം. അതായത് ഇത് ബിസിനസ് എന്ന് പറയുന്നത് ഒരാൾ, നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരാളുമായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. ബിസിനസ്സിന് എന്താണ്, ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ടൈം ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ബിസിനസ് ഈസ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. വളരെ അധികം കാലത്തേക്ക് തന്നെ ഇത് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് ബിസിനസ്സിന് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ അടുത്തത് കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. എന്താണ് ശരിക്കും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അതായത് അസറ്റ് ആൻഡ് ലൈബിലിറ്റി ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. എങ്ങനെയായിരിക്കണം, അസറ്റും ലൈബിലിറ്റീസും റെക്കോർഡ് ചെയ്യുന്ന ഏത് കോസ്റ്റിലായിരിക്കണം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായിരിക്കണം. ദാറ്റ് ഇസ് കോസ്റ്റ് ആസ് ആൻ അക്വിസിഷൻ. അതായത് നമ്മൾ ഒരു സാധനം, ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാനായിട്ട് 10,000 രൂപ ചിലവായി. ആ 10,000 രൂപ മാത്രമല്ല, 10,000 പ്ലസ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ അത് കൊണ്ടാണ്ട് വന്നിരിക്കുന്ന മറ്റെന്തെങ്കിലും കോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട്, അതാണ് അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കോസ്റ്റിലാണ് എടുക്കുന്നത്, അക്വിസിഷൻ കോസ്റ്റിൽ. ഫിക്സഡ് അസറ്റ്സ് ആർ വാല്യൂഡ് ഓൺ ദ ബേസ് ഓഫ് ദെയർ കോസ്റ്റ്, നോട്ട് ഓൺ ദ ബേസ് ഓഫ് മാർക്കറ്റ് വാല്യൂ. ഫിക്സഡ് അസറ്റ്സ് ഏത് ഇതിലാണ് എടുക്കുന്നത്, കോസ്റ്റിലാണ് എടുക്കുന്നത്, മാർക്കറ്റ് വാല്യൂവിൽ അല്ല. അപ്പം ബിസിനസ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, ബിസിനസ് എന്ത് ചെയ്യുന്നു, അവരുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് റെക്കോർഡ് ചെയ്യുന്നു എന്തിലാണ്, അറ്റ് ഒറിജിനൽ പർച്ചേസ് പ്രൈസ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഏത് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒറിജിനൽ പർച്ചേസ് പ്രൈസ്. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് ആണെങ്കിൽ ഓർത്ത് വെക്കുക, ഏത് കോസ്റ്റാണ് എടുക്കുന്നത്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അതായത് ഇത് ഒറിജിനലി നമ്മൾ ബിസിനസ് റെക്കോർഡ് ചെയ്യുന്ന ഏതിലാണ്, ഒരു അസറ്റ് അല്ലെങ്കിൽ ലൈബിലിറ്റി. ഇപ്പോൾ ഈ എക്സാമ്പിളാണ്, ഇപ്പോൾ കാറോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പർച്ചേസ് പ്രൈസിലായിരിക്കും ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഒറിജിനൽ പർച്ചേസ്
പ്രൈസ് എന്ന് പറയുന്ന അക്വിസിഷൻ കോസ്റ്റ് ആണ്. അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ വില മാത്രമല്ല, പ്ലസ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ അക്കൗണ്ടിങ് ഒരു പീരീഡ് എന്ന് പറയുന്നത് 1st April to 31st March ആണ്. നമ്മളൊരു ബ്രിട്ടീഷ് സിസ്റ്റത്തെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവരുടെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്തത്. അപ്പം നമ്മളും ഇന്ത്യയിലും എന്താണ് ഈ ഒരു രീതി തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. അപ്പം എല്ലാ ട്രാൻസാക്ഷൻസും എന്താണ് ഒരു സ്പെസിഫിക് പീരീഡിൽ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിലേക്കാണ് നമ്മൾ ഇന്ന് ബുക്സിൽ നമ്മളെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ നമ്മളെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അത് 1 year ആവാം. പക്ഷേ അക്കൗണ്ടിങ് പ്രോസസ്സ് അനുസരിച്ച് അത് ക്വാർട്ടർലി, മന്ത്ലി, ഹാഫ് ഇയർലി ഒക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഒരു സൈക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റിൽ പറയുന്നത് അതൊരു 1 year പീരീഡ് ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് 1st April to 31st March ആണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫിക് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ് ഓർത്ത് വെക്കണം. റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാറിപ്പോകരുത്. എന്താണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്? ഡിറ്റർമൈൻ വെൻ ഗുഡ്സ് sent on credit to customers are to be included in the sales figure for the purpose of computing the profit or loss for the accounting period. എന്താണ് അതായത് അതിനകത്ത് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ സെയിൽസിൻ്റെ സോഴ്സ്, അതായത് ഇപ്പം നമ്മളൊരു സെയിൽസ് നടത്തി. അപ്പം സെയിൽസ് നമ്മൾ നടത്തിയിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. ഇപ്പം ഗുഡ്സ് സോൾഡ് എന്നാണ് സെയിൽസ് നടത്തിയിരിക്കുന്നത് January 2020. അതിൻ്റെ ക്യാഷ് കിട്ടിയിരിക്കുന്നത് February 2020. അപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നല്ലോ അത്. അതിൻ്റെ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്, അപ്പം നമ്മൾ ബുക്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് എന്നാണ് January 2020. ഇതാണ് ശരിക്കും റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓർത്ത് വെക്കാം, നമ്മൾ റവന്യൂ റിസീവ് ചെയ്യുന്ന പീരീഡ് എന്നാണോ നമുക്ക് റവന്യൂ റിസീവ് ചെയ്യുന്ന പീരീഡ്, അതും അതുപോലെ തന്നെ നമ്മൾ റിയൽ ആയിട്ട് റവന്യൂ ഏൺ ചെയ്യുന്ന പീരീഡും അത് രണ്ടാണ്. ഓർത്ത് വെക്കുക. അതായത് നമ്മൾ റവന്യൂ ഏൺ ചെയ്യുന്ന പീരീഡും നമ്മൾക്ക് റവന്യൂ റിസീവ് ചെയ്യുന്ന പീരീഡും രണ്ടാണ്. അതായത് ഇത്രയേ ഉള്ളൂ. റിയലൈസേഷൻ കോൺസെപ്റ്റ് ഡിറ്റർമൈൻ വെൻ ഗുഡ്സ് സെൻറ്റ് ഓൺ ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ് ആർ ടു ബി ഇൻക്ലൂഡ് ഇൻ ദ സെയിൽസ് ഫിഗർ ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ പ്രോഫിറ്റ് ലോസ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. ഈ വർഷത്തെ പ്രോഫിറ്റോ ലോസോ നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ വിറ്റ സാധനങ്ങളും ഈ വർഷം നമ്മൾ നടക്കുന്ന ക്രെഡിറ്റ് സെയിൽസും ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗുഡ്സ് വിറ്റത് ജനുവരിയിലാണ്, ക്യാഷ് കിട്ടിയത് ഫെബ്രുവരിയിലാണെങ്കിലും ഈ വർഷം January 2020 തന്നെ നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് നമ്മൾ ബുക്കിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് അക്രൂവൽ കോൺസെപ്റ്റ്. അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻക്വയർ ചെയ്യുന്നു ഫോർ എ പീരീഡ് are taken into account irrespective whether income received or expense paid. അതായത് നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ക്യാഷ് ട്രാൻസാക്ഷൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്യും. നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് തന്നെ. അതായത് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കയ്യിലേക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സെയിൽ തന്നെ, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് അക്രൂവൽ കോൺസെപ്റ്റിൽ പറയുന്നത്. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇൻ വിച്ച് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ റെക്കോർഡ് ആസ് ദേ ആർ ഇൻക്വേർഡ്. എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പം തന്നെ എന്ത് ചെയ്യാം, അത് റെക്കോർഡ് ചെയ്യാം. അത് പേയ്മെൻറ്റ് നടക്കാനായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഈ മാസത്തെ റെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, അത് റെക്കോർഡ് ചെയ്യാം. ദെൻ ഈ മാസം നമുക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് കിട്ടേണ്ട എമൗണ്ട് കിട്ടുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യാം. ഇതാണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത്രയാണ് നമുക്ക് അതിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. കൃത്യമായിട്ട് ഓർക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്ന അക്കൗണ്ടിങ് കൺവെൻഷനിലേക്കാണ്. അക്കൗണ്ടിങ് കൺവെൻഷൻ നമ്മൾ പ്രധാനമായിട്ട് 4 കൺസിസ്റ്റൻസി, കൺസർവേഷൻ, മെറ്റീരിയാലിറ്റി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. ദെൻ എന്താണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്? ഇതാണ് ഓർത്ത് വെക്കുക. അതായത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസെപ്റ്റ് ഓഫ് പ്ലേയിങ് സേഫ് ആണ്. അതായത് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് പ്രൂഡൻസ് എന്ന് മറ്റൊരു പേരിൽ ഇത് പറയാറുണ്ട്. ദെൻ അവിടെ നമ്മൾ അതേപടി ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കോൺസെപ്റ്റ് ഓഫ് പ്ലേയിങ് സേഫ്. അതായത് നമ്മളൊരു സേഫ് സോണിൽ നിന്ന് കളിക്കുക എന്നുള്ളതാണ്. ഇതാണ് കൺസർവേറ്റീവ്സ് ഓർത്തോണം, ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കണം. മാക്സിമം ലോസസ് എല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അതായത് എക്സ്പെക്റ്റ് ടു ഒക്കർ, സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ലോസസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയേ ഉള്ളൂ. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ്.
എന്നാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രോഫിറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത്ര കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ മാക്സിമം നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലാ ലോസിനെയും അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് കൺസെപ്റ്റ് ഓഫ് പ്ലേയിങ് സേഫ്, വളരെ സേഫ് ആയിട്ട് നിന്ന് കളിക്കുക എന്നുള്ളത്. ഇതിനെ മറ്റൊരു ടേമിൽ പറയുന്നുണ്ട് പ്രൂഡൻസ്. ഇതൊരു പ്രാവശ്യം മാറി ചോദിച്ചിട്ടുണ്ട് കൺസർവേറ്റീവ്സിനെ. ഈ പ്രൂഡൻസ് എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കാം, എന്താണ് കൺസർവേറ്റീവ്സ് മീൻസ് ഓൾസോ നോൺ ആസ് പ്രൂഡൻസ്. ഇതാണ് പ്രോഫിറ്റ് ഷുഡ് നെവർ ബി ഓവർ എസ്റ്റിമേറ്റ് ആൻഡ് ഓൾവേസ് പ്രൊവൈഡ് പ്രൊവിഷൻ ഫോർ ലോസസ്. പ്രോഫിറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാണ്ട് പാടില്ല. പക്ഷേ മാക്സിമം ലോസസിനുള്ള പ്രൊവിഷൻസ് മാറ്റി വെക്കാം. ഇന്നൊരു പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ബിസിനസ്സിൽ ചെയ്യരുത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ലോസിലുണ്ട്, അതായത് ഇപ്പം ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ മുന്നേ കണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്നൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസിഷൻ അവിടെ എടുക്കാനായിട്ട് പാടില്ല. അത് നമ്മുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാം. അപ്പം മാക്സിമം ലോസസ് അസർട്ടൈൻ ചെയ്യുക, പക്ഷേ പ്രോഫിറ്റ് പാടില്ല. ഇതാണ് ഗൈഡൻസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഇസ് ബേസ്ഡ് ഓൺ ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. ഇതാണ് പ്ലേയിങ് സേഫ്, ഏറ്റവും സുരക്ഷിതമായി നിന്ന് കളിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ഓർത്ത് വെച്ചോണം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, വാല്യൂയിങ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ്? ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത് ഏത് കൺവെൻഷനെ ബേസ് ചെയ്തിട്ടാണ്? ഏതാണ്? കൺസർവേറ്റീവ്സിനെ ബേസ് ആണ്. ഇവൻ വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? അതും കൺസർവേറ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഓർത്ത് വെക്കാം. ദെൻ രണ്ടാമത്തേത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരത, അല്ലെ? കൺസിസ്റ്റന്റ് ആയിരിക്കുക, അത് സ്ഥിരത ഉണ്ടായിരിക്കുക. ഇത് തന്നെയാണ് ഇത് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ഇത് ശരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇയർ 1, ഇയർ 2, ഇയർ 3 എടുത്തത് ഒരു വർഷം ഫിഫോ, രണ്ടാമത്തെ വർഷം ഫിഫോ, മൂന്നാമത്തെ വർഷം ഫിഫോ. അതിന് പകരമായിട്ട് ഇൻവെന്ററി വാല്യുവേഷനിൽ ഒരു വർഷം ഫിഫോ, ഒരു വർഷം ലിഫോ, ഒരു വർഷം വേറൊരു മെത്തേഡ്, ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് ഒരു സ്ഥിരത. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ഡിപ്രീസിയേഷനിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഷുഡ് ബി കൺസിസ്റ്റന്റ്. എന്താണ്? മെത്തേഡ് യൂസ്ഡ് ഫോർ ഡിപ്രീസിയേഷൻ എന്തായിരിക്കണം? കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇപ്പോൾ ഡിമിനിഷിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ 6 മാസം ഡിമിനിഷിംഗ് ഉപയോഗിച്ചു, അടുത്ത 6 മാസം സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഈ വർഷം ഡിമിനിഷിംഗ്, അടുത്ത വർഷം സ്ട്രേറ്റ് ലൈൻ, ഇങ്ങനെ എന്ത് ചെയ്യുക? ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാണ്ട് പാടില്ല. എന്തുണ്ടായിരിക്കണം? ഇത് ഈ പേരിൽ തന്നെ കൃത്യമായിട്ട് പഠിക്കാം. എന്താണ്? കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റ് ആയിരിക്കണം. പുറത്ത് നോക്കുക, എന്തുണ്ടായിരിക്കണം? കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. യൂസ് സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റൂൾസ് ഫ്രം വൺ അക്കൗണ്ടിങ് പീരീഡ് ടു ദ നെക്സ്റ്റ്. ബേസിസ് ഫോളോഡ് ഇൻ സെവറൽ പീരീഡ് ഷുഡ് ബി കൺസിസ്റ്റന്റ്, യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ. ഇതാണ്. അതായത് നമ്മൾ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റൂൾസ് ഒക്കെ എന്ത് ചെയ്യുക? ഒരു നെക്സ്റ്റ് പീരീഡിലേക്കും അത് തന്നെ സെയിം തന്നെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. സെവറൽ പീരീഡിലേക്ക് സ്ഥിരമായിട്ട്, എന്നും നല്ല, പക്ഷേ ഒരു നമ്മളിങ്ങനെ എപ്പോഴും വേരി ചെയ്യാതെ ഒരു സെവറൽ പീരീഡിലേക്ക് എന്ത് ചെയ്യുക? സെയിം തന്നെ എന്ത് ചെയ്യുക? കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇത് കമ്പാരിസന് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറ്റീരിയാലിറ്റി എന്നാണ്. ഓൾ മെറ്റീരിയൽ ഫാക്ട് ഷുഡ് ബി റെക്കോർഡഡ്. എന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ റിലവൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, നെസസറി ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യാം. ഓൾ മെറ്റീരിയൽ ഫാക്ട് ഷുഡ് ബി റെക്കോർഡഡ്. അത് റെക്കോർഡ് ചെയ്യപ്പെടാതിരിക്കരുത്. എന്നാൽ അൺനെസസറി, ഇൻസിഗ്നിഫിക്കൻറ്റ്, ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, അല്ലെങ്കിൽ അതിനൊരു അത്രമാത്രം ഇമ്പോർട്ടൻസ് എടുത്തു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എന്താണ്? ദ മെറ്റീരിയാലിറ്റി ഓഫ് ഫാക്ട് ഡിപ്പെൻഡ് ഓൺ നേച്ചർ ആൻഡ് എമൗണ്ട്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ നേച്ചർ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അല്ല, ആ ട്രാൻസാക്ഷൻ നേച്ചർ, അതിൻ്റെ എമൗണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്ഥാപനത്തിൽ അത് മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്റ്റോക്ക് ഓഫ് എറൈസർ അല്ലെങ്കിൽ പെൻസിൽ, ഇതൊന്നും ഒരു അസറ്റായിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, കാണിക്കാറില്ല. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിനകത്ത് 10 എറൈസർ വാങ്ങിച്ചു, അല്ലെങ്കിൽ 2 പെൻസിൽ വാങ്ങിച്ചു, അങ്ങനെ നമ്മൾ ഒരിക്കലും കാണിക്കാറില്ല. അതൊക്കെ ഇറലവൻ്റ് ആണ്, അല്ലെങ്കിൽ അൺനെസസറി ആണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത്? ഇത് എന്തിൻ്റെ ബേസിലാണ്? മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? നേച്ചർ ആൻഡ് എമൗണ്ട്. അത് എന്ത് രീതിയിലുള്ളൊരു സാധനമാണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആണ്, ദെൻ അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് എത്രമാത്രം ഇൻക്ലൂഡഡ് ആണ്. ഇത് എപ്പോഴും മനസ്സിൽ വേണം മെറ്റീരിയാലിറ്റി പഠിക്കുമ്പോൾ. എന്താണ്? എനി ഫാക്ട് വുഡ് ബി കൺസിഡർഡ് ആസ് മെറ്റീരിയൽ ഇഫ് ഇറ്റ് ഇസ് റീസണബിളി ബിലീവ് ദാറ്റ് ഇറ്റ്സ് നോളജ് വുഡ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ഓഫ് ഇൻഫോംഡ് യൂസർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു യൂസർക്ക് അയാളുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് അയാൾ എടുക്കുന്ന ഒരു ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അറിവ്, ഒരു ഫാക്ടർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മെറ്റീരിയൽ ആണ്. ഒരു എറൈസർ വാങ്ങിയ കാര്യം ഇപ്പം
500 കോടി ആസ്തിയുള്ള ഒരു ബിസിനസ് സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു എറേസർ വാങ്ങിയതോ അല്ലെ 100 രൂപ കിട്ടാനുള്ളതോ ഒരു ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല. അത് അവിടുത്തെ മാനേജറെ സംബന്ധിച്ചോളം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. അതെന്താണ്? ഇമ്മെറ്റീരിയൽ ആണ്, അൺനെസസറി ആണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ഇറലവൻ്റ് ആണ്. അപ്പം മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കിയേ. എ കസ്റ്റമർ ഹു ഹാസ് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെന്റ് ഓഫ് ₹100 ടു എ കമ്പനി ദാറ്റ് ഹാസ് നെറ്റ് അസറ്റ് ഓഫ് 5,000 crores is regarded as immaterial. എന്താണ്? 5000 കോടി ആസ്തിയുള്ള നെറ്റ് അസറ്റ് ഉള്ള ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം 100 രൂപ ഒരാൾ പേയ്മെന്റിൽ ഡിഫോൾട്ട് വരുത്തി എന്ന് പറഞ്ഞാൽ അത് ഇമ്മെറ്റീരിയൽ ആണ്. അത് ബിസിനസ് ഇപ്പം തന്നെ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് അവിടെ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഈ 5000 കോടി നെറ്റ് അസറ്റ് ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന് 200 കോടി രൂപയുടെ ഒരു പേയ്മെന്റ് ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമ്പനിക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ തന്നെ ബോർഡ് മീറ്റിംഗ് ചിലപ്പോൾ കൂടേണ്ട വരും അല്ലേ? അവിടെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ അവരുടെ ഡിസിഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം മെറ്റീരിയാലിറ്റി എന്തായിരിക്കണം? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് മെറ്റീരിയൽ ആണ്. അത് എന്തിൻ്റെ ബേസിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതിൻ്റെ നേച്ചറും അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ടും നോക്കിയിട്ടാണ്. അടുത്തത് നാലാമത്തത് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ എന്നാണ് ഓൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. എല്ലാ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. റിലവൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഈ പറയുന്ന മെറ്റീരിയാലിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അതായത് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ട്രൂ, ആക്യുറേറ്റ്, ഫെയർലി റെക്കോർഡ് ഫോർ ദി യൂസേഴ്സ് എന്നാണ്. കൃത്യമായിട്ട്, വ്യക്തമായിട്ട്, കൃത്യമായിട്ട്, ഫെയർലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ requires that all material and relevant fact concerning financial performance of an enterprise must be fully and completely disclosed in the financial statements, their accompanying footnotes എന്നാണ്. എല്ലാ മെറ്റീരിയൽ ഫാക്ട്സ് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്കിപ്പം തൊട്ട് മുന്നേ കാണുന്ന ഇത് തമ്മിൽ വ്യത്യാസം തോന്നരുത്. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമേ റെക്കോർഡ് ചെയ്താൽ മതി. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ, എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷെ എന്ത് മതി? അവിടെ മെറ്റീരിയൽ മതി. ഓൾ മെറ്റീരിയൽ ആൻഡ് റിലവൻ്റ് ഫാക്ട്സ്, മെറ്റീരിയൽ ആൻഡ് റിലവൻ്റ് ഫാക്ട്സ് കൺസേണിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എന്റർപ്രൈസ് മസ്റ്റ് ബി ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ്ഡ്. റിലവൻ്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ബിസിനസിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസിഷൻ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്യണം. ദെയർ അക്കമ്പനിങ് ഫുഡ് നോട്ട്സ്, എന്തെങ്കിലും അഡീഷണൽ ഫുഡ് നോട്ട്സ് ആവശ്യമാണെങ്കിൽ അതും കൂടി തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. എക്സാമ്പിൾ, നേച്ചർ ഓഫ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ. അതായത് ഇപ്പം ഒരു നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ്, പക്ഷെ അത് ബിസിനസ്സിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതും റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ്. ബുക്സിൽ അല്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഇതും റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ്. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് കണ്ടിജന്റ് ലൈബിലിറ്റി. എന്താണ് ഇത്? കണ്ടിജന്റ് ലൈബിലിറ്റി റെക്കോർഡ് ചെയ്യണം എന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് കണ്ടിജന്റ് ലൈബിലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഓർത്ത് വെക്കാം, നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് 4 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. കൺസർവേറ്റിസം, പ്രുഡൻസ് എന്നും പറയും. എന്തായിരിക്കണം? നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്, നോ പ്രോഫിറ്റ്. ദെൻ കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടായിരിക്കണം. നമ്മൾ എന്തൊരു കാര്യം ഏറ്റെടുത്ത് അല്ലെങ്കിൽ എന്തൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നോ അതിനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യുക. മെറ്റീരിയാലിറ്റി, എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്നല്ല, പക്ഷേ അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ ഫുൾ ഡിസ്ക്ലോഷർ, എല്ലാ മെറ്റീരിയൽ ആൻഡ് റിലവൻ്റ് ഫാക്ട്സ് ട്രൂ, ആക്യുറേറ്റ്, ഫെയർലി എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് തന്നെ വരുന്നതാണ് ഡിസ്ക്ലോഷർ ഓഫ് കണ്ടിജന്റ് ലൈബിലിറ്റി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. എല്ലാ കണ്ടിജന്റ് ലൈബിലിറ്റി. എന്താണ് കണ്ടിജന്റ് ലൈബിലിറ്റി? കണ്ടിജന്റ് ലൈബിലിറ്റി എക്സാമ്പിൾസ് എന്ന് ഓർത്ത് വെച്ചേ. ലോ സ്യൂട്ട്സ്, പ്രൊഡക്റ്റ് വാറണ്ടി, പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഓർ പെൻഡിങ് കേസസ്, ബാങ്ക് ഗ്യാരണ്ടി, ലോ സ്യൂട്ട് ഫോർ തെഫ്റ്റ് ഓഫ് പേറ്റന്റ്, നോ ഹൗ, ചേഞ്ച് ഓഫ് ഗവൺമെന്റ് പോളിസി, ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, ലിക്വിഡേറ്റ് ഡാമേജസ്. ഇതൊക്കെ എന്താണ്? കണ്ടിജന്റ് ലൈബിലിറ്റി ആണ്. അതായത് ഇപ്പോൾ നമുക്കത് നിലവിൽ നമ്മുടെ ബാധ്യതയൊന്നും അല്ലെങ്കിൽ പോലും ഇതൊരു എന്താണ് പിന്നീട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കിതൊരു ബാധ്യതയാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ നമുക്കെതിരെ, ബിസിനസ്സിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വിധത്തിലും നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ വെച്ചിട്ട് അത് നമുക്ക് എഗനസ്റ്റ് ആവാൻ, നമുക്കെതിരായിട്ട് വിധി വരാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ വിധി വന്നിട്ടുമില്ല, നമുക്കൊരു ബാധ്യത ഉണ്ടായിട്ടുമില്ല, നമ്മളിപ്പോൾ ഫൈനൊന്നും അടയ്ക്കേണ്ടത് വന്നിട്ടില്ലെങ്കിൽ പോലും ദാറ്റ്സ് എ കണ്ടിജന്റ് ലൈബിലിറ്റി. അത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് എന്ത് ചെയ്യാം? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ ഡിസ്ക്ലോഷർ. ഇങ്ങനെ ഉള്ള ഒരു കാര്യത്തെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതൊരു കണ്ടിജന്റ് ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. കിട്ടിയോ? അതെന്തിരിക്കണം? ഒരു കണ്ടിജന്റ് ലൈബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കണം. ഇനി ഒരു ബാങ്ക് ഗ്യാരണ്ടി. നമ്മൾ മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് നമ്മളൊരു ബാങ്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തു. ആ ബിസിനസ് സ്ഥാപനത്തിന് ആ പേയ്മെന്റ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബാധ്യത ആരിലേക്ക് വരും? നമ്മളുടെ ഉള്ളിലെ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതയായിട്ട് അത് മാറും. അവിടെയും എന്താണ്? നമുക്കൊരു ചാൻസ് ഉണ്ട്. അയാൾക്ക് ഇപ്പം അയാൾ ആ ഒരു ബിസിനസ് സ്ഥാപനം ഫിനാൻഷ്യലി പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാവാൻ സാധ്യതയുണ്ട്. ബാങ്ക് നമ്മളെ വിളിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫൈൻ ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയെല്ലാം എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? ഒരു കണ്ടിജന്റ് ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
ഇങ്ങനെ എന്തെങ്കിലും കേസുകളോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിലെ മാറ്റങ്ങളോ ഒക്കെ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസിയിൽ വരുന്ന മാറ്റങ്ങളോ പേറ്റൻറ്റുമായിട്ട് വരുന്ന കാര്യങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒരു ഫ്യൂച്ചറിൽ നമുക്കൊരു അസംഷൻ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കണ്ടീജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നേരത്തെ കണ്ടു അക്രൂവൽ ബേസിസ് കണ്ടു. അക്രൂവൽ ബേസ് നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ കണ്ടതാണ്. ഒന്നും കൂടെ ജസ്റ്റ് ഞാൻ ഇത്, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് മെത്തേഡ്സ് 2 രീതിയിലാണ് അക്കൗണ്ടിങ് മെത്തേഡ്സ്. അക്രൂവലും ഉണ്ട്, ക്യാഷ് ബേസിസും ഉണ്ട്. അക്കൗണ്ടിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അക്രൂവൽ ബേസിസും ഉണ്ട്, ക്യാഷ് ബേസിസിലും ഉണ്ട്. അക്രൂവൽ ബേസ് നമ്മൾ കണ്ടു അല്ലേ, എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാച്ച് ഇൻകം ആൻഡ് എക്സ്പെൻസ് ടു ദ പ്രൊവൈഡ് പീരിയഡ്സ് ഇൻ വിച്ച് ദേ ആർ ഇൻക്വേർഡ്. എന്താണ്? അതായത് എപ്പോഴാണോ ഒരു കാര്യം നടക്കുന്നത്, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതെന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യപ്പെടും. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് സെയിൽ അത് മാത്രം എടുത്താൽ എന്താണ്, നമ്മൾ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടത്തി നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ പൈസ കയ്യിലേക്ക് വന്നിട്ടില്ല, 2-3 ദിവസം അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പൈസ വരുന്നത്. പക്ഷേ ആ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അക്രൂവൽ ബേസിസിൽ ആ നിമിഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബുക്കിൽ ഇത് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കാണിക്കുമ്പം അത് നമ്മുടെ സെയിൽസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുമ്പം ദാറ്റ്സ് കോൾഡ് അക്രൂവൽ ബേസിസ്. ഈ ഒരു ബേസിസിലാണ് ഗ്യാപ്പ് നമ്മൾ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനികളെ സംബന്ധിച്ചോളം കമ്പനികൾ ബുക്ക് ഫോളോ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന അക്രൂവൽ ബേസിസിലാണെന്നാണ് ഗ്യാപ്പ് നിർദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാച്ച് ഇൻകം ആൻഡ് എക്സ്പെൻസ് ടു ദ പീരിയഡ് ഇൻ വിച്ച് ദേ ആർ ഇൻക്വേർഡ്. അത് സംഭവിക്കുന്നതനുസരിച്ച് ഏത് സമയത്താണോ സംഭവിക്കുന്നത് ആ സമയത്ത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് അക്രൂവൽ ബേസിസ്. കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് ഇവിടെ നോക്കിയാൽ അക്കൗണ്ടിങ് റെസീവബിൾസ് എന്ന് പറയുന്നത് കിടപ്പുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അല്ലാതെ ആക്ച്വൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ക്യാഷ് ബേസിലാണെങ്കിൽ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ക്യാഷ് ബേസിൽ ചെയ്യുന്നവരുണ്ട്. അതെന്തായിരിക്കും? അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യണം, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റെക്കോർഡ് ചെയ്യത്തുള്ളെങ്കിൽ അതാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. എന്താണ്? അതായത് ക്യാഷ് റിസീവ് കഴിഞ്ഞിട്ട് മാത്രം, ഇപ്പോൾ നമ്മളൊരു സെയിൽസ് നടത്തി കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ക്യാഷ് ബേസിസ്. എന്താണ്? അക്കൗണ്ട് റിസീവബിൾസ് ഇല്ല, അതിന് പകരം എന്താണ്? റെക്കോർഡ് ചെയ്യുന്നപ്പോൾ മാത്രമാണ് ഇൻവോയ്സ് കിട്ടി അല്ലെങ്കിൽ ആ ക്യാഷ് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷേ ഗ്യാപ്പ് നിർദ്ദേശിക്കുന്ന പബ്ലിക് കമ്പനികളെ സംബന്ധിച്ചോളം അക്രൂവൽ ബേസിസിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഗ്യാപ്പിൻ്റെ നിർദ്ദേശം. ഇനി നമുക്ക് ഇതിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് മുഴുവൻ ക്വസ്റ്റ്യൻസും ഇല്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിൽ ഞാൻ ഇത് കൂടാതെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ അക്കൗണ്ടിങ് പ്രോസസ് ഏതായിരുന്നു? റെക്കോർഡിങ് അല്ലേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? റെക്കോർഡിങ്. ഇതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കുമോ നമുക്കറിയത്തില്ല. രണ്ടാമത് അക്കൗണ്ടിങ് പോളിസീസ് ബേസ്ഡ് ഓൺ. അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത് മെറ്റീരിയാലിറ്റി, പ്രുഡൻസ്, സബ്സ്റ്റൻസ് ഓവർ ഫോം. ഏതിനെ ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് പോളിസി? എന്താണ്? അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുന്നത് മെറ്റീരിയാലിറ്റി ബേസ് ചെയ്തിട്ടാണ്, പ്രുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി സബ്സ്റ്റൻസ് ഓവർ ഫോം അതെന്താണ്? നമ്മൾ പലതവണ പഠിക്കാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ മറന്നു പോയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഇതാണ് സബ്സ്റ്റൻസസ് ഓവർ ഫോം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വാട്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ടർ ബോട്ടിൽ. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിലാണോ വാട്ടറാണോ ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ബോട്ടിൽ മേടിച്ച് വെച്ചാലും നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ കുടിക്കുന്നത് എന്താണ്? വെള്ളമാണ് അല്ലേ. ഇപ്പോൾ ഏത് നല്ല ബോട്ടിൽ മേടിച്ച് വെച്ചാലും നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളമില്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ഇല്ല. അപ്പോൾ വാട്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ടർ ബോട്ടിൽ, ആ ഒരു കാര്യം, ആ ഒരു പ്രോവർബിനെ ബേസ് ചെയ്തിട്ടാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരു 10 വർഷം ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു കാറ്, അത് 10 വർഷമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ലീസ് റെൻറ്റലിന് കൊടുത്തിരിക്കുക അല്ലെങ്കിൽ റെൻറ്റലിന് കൊടുത്തിരിക്കുകയാണ്. അത് യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തി, അതായത് എന്താണ് ഇവിടെ ഒരാളെ പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ യൂസ് ദിസ് ഫോർ 10 years ആൻഡ് പേ റെൻറ്റൽ. വാടകയ്ക്ക് ഞാൻ ഈ കാറ് 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ആളാരാണ്? ഐ ആം ദ ഓണർ ഓഫ് ദ അസറ്റ്. ഞാൻ ഈ അസറ്റിൻ്റെ ഓണറാണ്. ഇവിടെ യൂസർ ഷുഡ് ചാർജ് ഡിപ്രീസിയേഷൻ, നോട്ട് ദ ഓണർ. ഇവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ആരായിരിക്കും? യൂസറാണ്, ഓണർ അല്ല. കാരണം എന്താണ്? ഇവിടെ ലീഗലി എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓണർ ആയിരിക്കാം ഓണർ, പക്ഷേ യഥാർത്ഥത്തിൽ 10 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഈ റെന്റിന് വാങ്ങിയിരിക്കുന്ന ഈ വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആർക്കാണ്? ഇവിടെ ഈ റെന്റിന് ഉപയോഗിക്കുന്ന ആൾക്കാണ്. ഇനി അവിടെയും മനസ്സിലായിട്ടില്ലെങ്കിൽ, എ കമ്പനി ഷോർട്ട് ഓഫ് ക്യാഷ് സെൽസ് ഇറ്റ് മെഷീനറി ടു ദ ബാങ്ക് ആൻഡ് ദെൻ ലീസ് ദ സെയിം പ്രോപ്പർട്ടി ഫ്രം ദ ബാങ്ക്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു കമ്പനി അവരുടെ ഒരു മെഷീനറി ഒരു ബാങ്കിന് എന്ത് ചെയ്തു? വിറ്റു എന്നാണ്. ക്യാഷ് സെൽസ് ഇറ്റ്സ് മെഷീനറി, ക്യാഷിന് വിറ്റു. എന്നിട്ട് അതേ പ്രോപ്പർട്ടി ബാങ്കിൽ നിന്നും ലീസിന് തിരിച്ചെടുത്തു.
ദിസ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അതായത് നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തു, വിറ്റിട്ട് നമുക്ക് പക്ഷേ അത് നമുക്കിപ്പോൾ പൈസയുടെ ഷോർട്ടേജ് ഉള്ളതാണ് നമ്മളത് വിറ്റത്. അപ്പോൾ നമുക്ക് പൈസയായി, പക്ഷെ നമുക്ക് ആ സാധനവും വേണം, ആ മെഷീനറിയും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലീസിന് തിരിച്ചെടുത്തു. ഓൾസോ ദ ലീഗൽ ഓണർഷിപ്പ് ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു ദ ബാങ്ക്. നിയമപരമായിട്ട് ഇതിന്റെ ഓണർ ഇപ്പോൾ ആരാണ്, ഈ മെഷീനറിയുടെ ഓണർ ആരാണ്, ബാങ്കാണ്. ദ അണ്ടർലൈങ് എക്കണോമിക് റിയാലിറ്റി ഫോർ ദ കമ്പനി റിമെയിൻ ദ സെയിം. പക്ഷേ നമ്മുടെ എക്കണോമിക് റിയാലിറ്റി സാമ്പത്തികപരമായിട്ട് നോക്കുമ്പം ഇപ്പോഴും ഇത് ആരുടേതാണ്, കമ്പനിയുടെ കയ്യിൽ തന്നെയാണ് അല്ലേ. കാരണം ലീസിന് എന്ത് ചെയ്തു, അയാൾ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കമ്പനിക്ക്, ഈ കമ്പനിക്ക് തന്നെയാണ്. ഇതാണ് സബ്സ്റ്റൻസസ് ഓവർ ഫോം. അതായത് വാട്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബോട്ടി. ബാങ്കിനെ കഴിഞ്ഞും ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയാണ്, കമ്പനിക്ക് തന്നെയാണ്. ദെൻ തേർഡ് വൺ, ഹു ഇസ് ദ പ്രൊഫൗണ്ടർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ടു ഡബിൾ എൻട്രി സിസ്റ്റവും ദെൻ അതുപോലെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെ എഴുതണം, ലൂക്ക പാസിയോളി. നെക്സ്റ്റ്, ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ഡുവൽ ആസ്പെക്ട് ഈസ് കോൾഡ്. ഏതാണ്, ഡബിൾ എൻട്രി. ഇതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഇത്രയും സിമ്പിൾ ക്വസ്റ്റൻസ് ഒന്നും ഇനി എക്സ്പെക്ട് ചെയ്യണ്ട. ദെൻ നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഏതാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്, ഇതൊക്കെ സിമ്പിളാണ് അല്ലേ. എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും എല്ലാത്തിലും എന്ത് വേണം, ഈ പറയുന്ന സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ഒരു തിയറി ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ്, the revenue recognition principles dictates that all type of income should be recorded or recognized when. എപ്പോഴാണ്, when they are earned അല്ലേ. revenue recognition principles dictate that all type of income should be recorded or recognized when they are earned അല്ലേ. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, എല്ലാ ഇൻകവും ഷുഡ് ബി റെക്കോർഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ ഏൺഡ്. ഏൺ ചെയ്യുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ അത് കയ്യിലേക്ക് കിട്ടണ്ട അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴല്ല, എപ്പോഴാണ്, ഏൺ ചെയ്യുമ്പം. അത് മറക്കരുതേ, വെൻ ദേ ആർ ഏൺഡ്. അതാണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. എപ്പോഴാണോ ഏൺ ചെയ്യുന്നത് അപ്പം, അതായത് ഒരു സെയിൽസ് നടന്നു, അത് ക്രെഡിറ്റ് സെയിൽസ് ആണ്, അപ്പം തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യുമല്ലേ നമ്മൾ. അതല്ലേ നമുക്ക് റിസീവബിൾസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സൺഡേ ക്രെഡിറ്റർ ഒക്കെ ഉണ്ടാവുന്നത്, അപ്പോൾ സൺഡേ ഡെപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് രീതിയിൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം, വെൻ ദേ ആർ ഏൺഡ്. നെക്സ്റ്റ്, ദ മാച്ചിങ് കോൺസെപ്റ്റ് മാച്ചസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏത് ഇതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, മാച്ചിങ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, റവന്യൂ എക്സ്പെൻസും. അപ്പോൾ ഏതാണ്, റവന്യൂ എക്സ്പെൻസും നമ്മളൊരു റിലേഷനാണ് നമ്മളവിടെ കാണിക്കുന്നത് അല്ലേ. റവന്യൂ വിത്ത് എക്സ്പെൻസ്, മാച്ചിങ് കോൺസെപ്റ്റ് മാച്ചസ് റവന്യൂ വിത്ത് എക്സ്പെൻസ്. അതായത് നമുക്ക് റവന്യൂ എക്സ്പെൻസും നമ്മൾ റിലേഷനാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Then accounting rules, practices and convention should remain same from one year to another as per the dash. ഏതാണ്, ഇത് ഒരേ റൂൾസ് പ്രാക്ടീസ് കൺവെൻഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് ഏതാണ്, കൺവെൻഷനോ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ഥിരമായിരിക്കണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്നാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബിസിനസ് ആൻഡ് ഓണർ ആർ ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. ഓക്കെ ആണ്. പേഴ്സണൽ അഫയേഴ്സ് ഓഫ് ദ ഓണർ ഷുഡ് നോട്ട് ബി കൺസിഡർഡ്. പേഴ്സണൽ അഫയേഴ്സ് ഇതിനകത്ത് ഒരിക്കലും വരത്തില്ല. നമുക്ക് ഇൻകം ടാക്സ് പോലും ഇതിനകത്ത് അടിയപ്പെടത്തില്ല. ദിസ് കോൺസെപ്റ്റ് ഈസ് ഫോളോഡ് ഓൺ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ്. ഇതെല്ലാം എന്താണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ബിസിനസ് ഷുഡ് നോട്ട് ബി ഡിസോൾവ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അടുത്ത കാലത്തൊന്നും ഇത് തീരത്തില്ല എന്ന് പറഞ്ഞ ഏതാണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണല്ലേ. അപ്പോൾ അത് ഇതിനകത്ത് വരുന്നതല്ല, കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. Then the accounting convention do not include. accounting convention അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണ്, കൺസർവേറ്റീവ്സ് ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, ഫുൾ ഡിസ്ക്ലോഷർ ഉണ്ട്, ഇല്ലാത്ത ഏതാണ്, ഡിപ്രീസിയേഷൻ കൺവെൻഷൻ. നെക്സ്റ്റ്, ദ റിയലൈസേഷൻ കൺസെപ്റ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഇതാണ് റിയലൈസേഷൻ കൺസെപ്റ്റിൻ്റെ അകത്ത് വരാത്തത് ഏതാണ്. ഇത്രയാണ്. ദ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ദ കമ്പാരിസൺ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ക്യാൻ ബി ഗിവൺ ദ പീരിയഡ് നെറ്റ് റിസൾട്ട്. എന്തായിരുന്നു റിയലൈസേഷൻ്റെ അകത്ത് നമ്മൾ എന്താ കണ്ടേ, അതായത് റവന്യൂ ഏൺ ചെയ്യുന്ന സമയം അല്ലേ. എന്താണ് ദ കൺസെപ്റ്റ് റെക്യൂർ പ്രോപ്പർ കെയർ വെൻ കാൽക്കുലേറ്റിംഗ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ കെയർ കൊടുക്കുക. കൺസെപ്റ്റ് സ്ട്രെസ് ദാറ്റ് റവന്യൂ ഷുഡ് ഓൺലി ബി റെക്കോർഡഡ് ഇഫ് ദർ ഇസ് റീസണബിളി സർട്ടൻ അബൌട്ട് ദ റിയലൈസേഷൻ. ദ കോൺസെപ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രോബ്ലം ദാറ്റ് മേ അറൈസ് ദ കാൽക്കുലേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ്. എന്താണ് ഇവിടെ നമ്മൾ റിയലൈസേഷൻ നമ്മൾ കണ്ടത് എന്തായിരുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻസ്, റവന്യൂ എക്സ്പെൻസ് നമ്മൾ റിലേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് വരാത്തത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണ്, ദ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ദ കമ്പാരിസൺ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ക്യാൻ ബി ഗിവൺ ദ പീരിയഡ് നെറ്റ് റിസൾട്ട്സ്. ആണോ, അല്ല. അത് എപ്പോഴാണ്, ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അക്കോർഡിംഗ് ടു കൺസിസ്റ്റൻസി കൺവെൻഷൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഷുഡ് ബി എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. Then one of the following is not an example of the materiality concept.
മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള നമുക്ക് ബിസിനസ്സിൻ്റെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പർച്ചേസ് ഓഫ് കാർ ഫോർ പ്രൈവറ്റ് യൂസിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തൊരു കാർ വാങ്ങി, അത് മെറ്റീരിയലാണ്. പർച്ചേസ് ഓഫ് പ്ലാൻ ഫോർ ബിസിനസ്സിന് വേണ്ടി പ്ലാന്റ് പർച്ചേസ് ചെയ്തു, മെറ്റീരിയലാണ്. പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ടു എക്സ്റ്റെൻഡ് ബിസിനസ്സിൻ്റെ ബിൽഡിംഗ് എന്ത് ചെയ്തു, പുതിയത് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അത് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? അതിൻ്റെ നേച്ചർ, അതിൻ്റെ എമൗണ്ട് നോക്കിയിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് മെറ്റീരിയലാണ്. പക്ഷേ പർച്ചേസ് ഓഫ് പെൻസിൽ റെക്കോർഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻക്ലൂഡിംഗ് സ്റ്റോക്കിന് പകരം എന്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്? എക്സ്പെൻസ് ആയിട്ടാണ്. അത് കാരണം എന്താണ്? ദാറ്റ്സ് എൻ ഇമ്മെറ്റീരിയൽ ആണ്.